ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നെന്താണെന്നല്ലേ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, ഒരു സ്കിൻ കെയറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ എന്താണെന്ന് വെച്ചാൽ ഒരു കൊറിയൻ ഫേസ് പാക്കാണ്. നല്ല ബ്രൈറ്റും ആയിട്ടുള്ള ഗ്ലോ കിട്ടുന്ന, ഫ്ലോലെസ് ഗ്ലോ കിട്ടുന്ന ഒരു കൊറിയൻ സ്കിൻ കെയർ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഫേസ് പാക്ക് ജസ്റ്റ് മുഖം ഒന്ന് കഴുകിയിട്ട് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഈ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ഗ്ലോ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. അപ്പം ഞാനിവിടെ നമ്മുടെ സാധാ പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്, കാച്ചാത്ത പാലെടുക്കുക, ഒരു കോട്ടൺ പാഡ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ടൺ പാഡ് ഇതിനകത്ത് മുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിൽ സർക്കുലർ മോഷനിൽ ചെയ്യുക. ഡ്രസ്സിലൊരു തുണി ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡ്രസ്സിലാവും. അതുകൊണ്ടാണ് ഡ്രസ്സിലൊരു തുണി ഇടുക. അതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക കേട്ടോ. ഈ പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടാനും സഹായിക്കും. ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇറിറ്റേഷൻ കൂടാതെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും. അതാണ് പാലുകൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത്. നന്നായിട്ട് ചെയ്യുക. നമ്മുടെ ചെവിയിലുമൊക്കെ ഇതാക്കുക. പിന്നെ ഫേസിൽ എന്ത് ചെയ്യുവാണെങ്കിലും കഴുത്തേലും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴുത്തേലും കൂടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുഖം കഴുകിയാൽ ചിലപ്പോൾ ഡേർട്ട് ഫുള്ളായിട്ട് പോകണമെന്നില്ല. അപ്പോൾ പാലൊക്കെ വെച്ചൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡേർട്ടും പോവും, അതുപോലെ തന്നെ ഹൈഡ്രേഷനും മോയ്സ്ചറൈസും കൂടെയാവും ഫേസ്. അപ്പോൾ നമുക്ക് 2-3 ലെയറായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പാല് വെച്ച് വീണ്ടും ഒന്നും കൂടെ അത് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. പാലിലുള്ള ഫാറ്റ് കണ്ടന്റ് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ലെയറെങ്കിലും പാലിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് ഇങ്ങനെ തന്നെ വെക്കുക, ഒന്ന് ഡ്രൈ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പാലെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് വാഷ് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ, നമുക്ക് തന്നെ ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പം ഇനി അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. സ്ക്രബിന് ആദ്യമായിട്ട് വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സ്വല്പം നമ്മൾ മഞ്ഞൾപ്പൊടി, അത് നമ്മൾ കറിയിലിടുന്ന മഞ്ഞൾപ്പൊടിയല്ല, നമ്മൾ പച്ച മഞ്ഞൾ അരച്ച് പൊടിച്ച് വെച്ചേക്കുന്ന കേട്ടോ. നല്ല മഞ്ഞളാണ് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നത്. അതിനുശേഷം ഒരു സ്വല്പം തൈര്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് ഈ മിക്സറിന് ആവശ്യമായിട്ടുള്ളത് ഒഴിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ സ്ക്രബ് റെഡിയാക്കാൻ. നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്ക്രബ് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ച് അപ്ലൈ ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതും മുകളിലോട്ട്, താഴോട്ട് ആക്കരുത്, മുകളിലോട്ട് വേണം നമ്മൾ സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ. എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുകളിലോട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് സ്ക്രബ് തേച്ച് പിടിപ്പിക്കാം. ഈ റൈസ് പൗഡറിൽ നമ്മൾ റൈസ് പൗഡർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ഡെഡ് സെൽസ് കളയാൻ സഹായിക്കും. അതുപോലെ തന്നെ അപ്പം ഡെഡ് സെൽസ് കളയണമെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഒക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഡെഡ് സെൽസ് ഉണ്ടാകാറുണ്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്യുക.
അതുപോലെ തന്നെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഏരിയയിലൊക്കെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവറായിട്ട് നമ്മൾ തിരുമരുത്, കാരണം അരിപ്പൊടിയാണ്, സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു ലൈറ്റായിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. നമ്മുടെ സ്കിന്നാണ് നമ്മൾ നോക്കി നിന്ന് ചെയ്യുക. പിന്നെ ടേമറിക്കിലുള്ളതാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടേമറിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്നെ, അതായത് പിമ്പിൾസിൻ്റെ ബ്രേക്ക് ഔട്ടൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഫേസിലെല്ലാം പിടിച്ചിട്ട് അതുപോലെ തന്നെ കഴുത്തിലും തേക്കാം. പിന്നെ കേർഡിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഫേസ്, നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിന്നും ആക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഈ സ്ക്രബ് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്യും. പിന്നെ നമ്മുടെ സ്ക്രബ് ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സ്ക്രബ് ചെയ്യണമല്ലോ, അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കൈ വെച്ച് മുകളിലോട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ തിരുമ്മി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞു പോലെ വരും. അങ്ങനെ വേണം നമ്മൾ ഇത് വാഷ് ഓഫ് ചെയ്ത് കളയാൻ. ഇങ്ങനെ മൊത്തം ചെയ്ത് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് പാഡ് ഡ്രൈ ചെയ്യാം കേട്ടോ. സ്ക്രബിങ് കഴിഞ്ഞു, ഇത് നമ്മൾ വാഷ് ചെയ്തു, പാഡ് ഡ്രൈ ചെയ്തു, നല്ല ഫുഡും കേട്ടോ. ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായ, അതായത് മെയിൻ സ്റ്റെപ്പായ നമ്മുടെ ഫേസ് പാക്ക്. നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ അരിപ്പൊടി. കൊറിയൻ ഫേസ് മാസ്ക് ആണല്ലോ, അപ്പോൾ അരിയാണ് അവിടുത്തെ മെയിൻ. അപ്പോൾ അരിപ്പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് 1 സ്പൂൺ ഹണി, പിന്നെ നമുക്ക് വേണ്ടത് 1 തൊട്ട് 2 സ്പൂൺ വരെ പാലാണ്. ഇത് ആദ്യം മിക്സ് ചെയ്ത് നോക്കുക. പാലിൻ്റെ നമുക്ക് അളവ് നോക്കിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം തന്നെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പാലിൻ്റെ ആവശ്യം ഇല്ല. 1 സ്പൂൺ പാലാണ് ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. ഇത് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് പൗഡർ, ഹണി, മിൽക്ക്, ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ താഴെയായിട്ട് ചെയ്യണം, കണ്ണിൽ കൂടുതൽ കയറി ചെയ്യരുത്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അരിപ്പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് കട്ടിയാവും, ഇടയ്ക്കിടയ്ക്ക് കട്ടിയാവും. അതുകൊണ്ട് കുറച്ച് പാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കഴുത്തയിലൊക്കെ തേക്കുക. നമ്മുടെ ഫേസ് പാക്ക് നമ്മളിപ്പം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നമുക്കിത് 2 ലെയർ വേണമെങ്കിൽ ഇടാം. 1 ലെയർ ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 to 20 മിനിറ്റ്സ് ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ അകറ്റും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ചില ഏരിയയിൽ ചിലവർക്ക് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും, അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. പിന്നെ ഏറ്റവും കാര്യം നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും, ഡീപ്ലി നറിഷ് ചെയ്യും. അതാണ് ഈ ഒരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അരിപ്പൊടിയും തേനും പാലും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഇതൊരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അത് കാണാൻ മറക്കരുത്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം. നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് അങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിഫറൻസ്. എനിക്ക് അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് നല്ല ഗ്ലോ ഫീൽ ചെയ്തു കേട്ടോ. അപ്പം
ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ വെറുതെ ആണെങ്കിലും നമ്മുടെ ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് റെജുവിനേറ്റ് ആവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ സ്കിൻ. നല്ല പ്ലംപി ആയിട്ടുണ്ട് സ്കിൻ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫേസ് പാക്ക്. അങ്ങനെ ഇപ്പം നല്ലൊരു ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന അരിപ്പൊടിയാണ്. അപ്പം അരിപ്പൊടി എന്ന് പറയുന്നതിൽ അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ അത് കുറയ്ക്കും. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും പിന്നെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ഫേസിലെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാനായിട്ടും നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാമ എർത്തിൻ്റെ വിറ്റാമിൻ സിയുടെ ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ആസ് ഓഫ് മോയ്സ്ചറൈസർ അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അഥവാ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഫേസ് ക്രീംസ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതെൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭയങ്കര എഫക്റ്റീവ് ഉള്ള പ്രോഡക്റ്റാണ്, കാരണം ഇതിനകത്ത് വിറ്റാമിൻ സി ആണുള്ളത്. അതുപോലെ തന്നെ ടേമറിക് ഉണ്ട്. അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കും. അതുപോലെ തന്നെ മോയ്സ്ചറൈസറിൻ്റെ വർക്കും ഇത് ചെയ്യും. അതായത് നന്നായിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഫേസ് ക്രീം എന്ന് പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമുക്കെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ എന്തൊരു മോയ്സ്ചറൈസർ ആണെങ്കിലും ക്രീം ആണെങ്കിലും 2 കൈയും വെച്ച് ഇങ്ങനെ തേക്കരുത്. ഈ ക്രീം എടുത്തിട്ട് 2 കൈയിലും വെച്ച് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ തേക്കുന്നൊരു സ്വഭാവം പലർക്കും ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് ആ മോയ്സ്ചറിങ് ആ ഒരു ഏജൻറ്റ് നമ്മുടെ കൈ തന്നെ അത് ആദ്യം വലിച്ചെടുക്കും. കാരണം കൈ നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ മോയ്സ്ചർ ഇത് മൊത്തം കൈ വലിച്ചെടുത്തിട്ട് ബാക്കി മാത്രമേ നമ്മുടെ ഫേസിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫേസിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രീം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പാച്ചായിട്ട് മുഖത്ത് മുഴുവനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ. നല്ല മണമുണ്ട് കേട്ടോ ഈ ക്രീം. അതുപോലെ തന്നെ കഴുത്തയിലും കൂടെ ഇതാ ആക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് അപ്പിൽ വേണം, അപ്പ് ഡയറക്ഷനിൽ വേണം നമ്മളിത് ചെയ്യാൻ. അത് സർക്കുലർ മോഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ മുകളിലോട്ട് ആക്കിയാണ്. ബാക്കിയുള്ളത് നമ്മുടെ ചെവിയിലും കൂടെ. അങ്ങനെ നന്നായിട്ട് ആ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യം വന്നപ്പോഴും ഇപ്പോഴത്തെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസം അറിയുന്നുണ്ട് അല്ലേ? എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ഗ്ലോ, നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ട് സ്കിൻ. നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു റെജുവിനേറ്റ് ഫീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടാനോ, വെളിയിൽ പോകുന്നില്ല നമ്മളൊക്കെ, അപ്പോൾ ടാനൊക്കെ മാറാനും പിന്നെ ഇപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും നമ്മുടെ സ്കിന്നിന് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുക. അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കും. അങ്ങനെ അപ്പോൾ എൻ്റെ സ്കിൻ കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കൊറിയൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റോടെ അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സജഷൻസ് നമുക്ക് തരാം. എന്ത് വീഡിയോ ചെയ്യണം, എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ തരാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നമ്മുടെ ജേർണിയിൽ നമ്മുടെ കൂടെ വേണ്ടത് നിങ്ങളെല്ലാവരും അല്ലേ? അപ്പോഴേ നമുക്കൊരു ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്ലീസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടി ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല, എല്ലാ തരം വ്ളോഗ്സ് ഉണ്ട്. ട്രാവലുണ്ട്, ബ്യൂട്ടി വ്ളോഗ്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഫാഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് വേറെ ഫുഡ് റിവ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ യൂട്യൂബ്
നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.